ഒരു ബിസിനസ് നമുക്ക് തനിയെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എന്നാൽ അത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിയാണ്, നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടി വരും. പക്ഷെ പ്രോഫിറ്റ് മാത്രമല്ല, ലയബിലിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഷെയർ ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്തിനേക്കാൾ കൂടുതൽ ഡിപ്രഷൻസ് ആണ് വരാം. ഇതൊരു നോർമൽ ചെറിയ ബിസിനസിനെ കുറിച്ചല്ല, നമ്മൾ സ്കെയിൽ അപ്പ് ചെയ്യാൻ നമ്മൾ ബിസിനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ടും കൂടിയാണ് കേട്ടോ ഈ പറയുന്നത്. റീസെന്റ് നടന്ന സ്റ്റഡീസിൽ 75% എന്റർപ്രണേഴ്സിന്റെ സ്ട്രെസ് ലെവൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ടൈമിലാണ് കോ ഫൗണ്ടറുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ വീക്ക് ആവുന്ന സമയത്ത് നമ്മളെ സ്ട്രോങ് ആക്കാനായിട്ട് നമ്മളെ കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? ഗൂഗിളിനും ആമസോണിനും ആപ്പിളിനും ഒക്കെ ഈ കോ ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരൊന്നും ഒറ്റയ്ക്ക് തുടങ്ങിയവരല്ല. ഒരു ബിസിനസ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇത് എല്ലാത്തിലും നിങ്ങൾക്ക് സ്കിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവുകയും ബാക്കിയുള്ള തലങ്ങളിൽ നിങ്ങൾ പുതിയ ആളുകളെ കണ്ടെത്തുകയും ചെയ്യാം. ഇതിലെ മെയിൻ തിങ് എന്ന് പറയുന്നത്, കോ ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ്സിനെ വളർത്താൻ അവർക്ക് സാധിക്കുന്നത് പോലെ തന്നെ നമ്മളെ തളർത്താനും അവർക്ക് സാധിക്കും. അപ്പോൾ സെലക്ഷൻ വളരെ റൈറ്റ് ആയിരിക്കുക എന്നുള്ളതാണ്.